കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം നീട്ടി നൽകി കോടതി. തിങ്കളാഴ്ച അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. കേസിൽ വാദം കേൾക്കുന്നത് 29ലേക്ക് മാറ്റി. ഒൻപത് 2024 ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ യാതൊരു തരത്തിലും പ്രോഗ്രസ് ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചിന് ഉതകുന്ന തരത്തിലുള്ള 153A ഓഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടും അത് സംബന്ധിച്ചിട്ട് അതുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് അടിയന്തരമായി കണ്ടെത്തണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഫോറൻസിക്കിൽ കൊടുത്ത റിവേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊബൈൽ ഫോണിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. മറ്റു പല കേസുകളും നമ്മൾ കേൾക്കുന്നില്ല. 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് കൊണ്ടുവരുന്നില്ലേ? ഇത് 3-4 മാസമായിട്ട് അത് എത്തിക്കുന്നില്ല. ഇത് ഒരു ഇംപ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയേണ്ടി വരും. ഒരു പ്രോപ്പർ ശരിയായ ഇൻവെസ്റ്റിഗേഷൻ അല്ല. ആ വിവരം കോടതി ധരിപ്പിച്ചിട്ടുണ്ട്. കോടതി റിപ്പോർട്ടിന് വേണ്ടി ഇന്ന് വെച്ചു. ഇന്നിപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു പോലീസ്. അങ്ങനെ അടുത്ത 29-ാം തീയതി വരുന്ന വെള്ളിയാഴ്ചത്തേക്ക് കേസ് വെച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് 25-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അറിയിച്ചു. CK വിജയൻ ചേരുന്നുണ്ട്. CK, പോലീസിന്റെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം നീട്ടി നൽകിയിരിക്കുന്നത്. തീർച്ചയായും അതൊരു വളരെ വിചിത്രമായ അന്വേഷണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണങ്ങളിലെല്ലാം തന്നെ പ്രാഥമികമായി കണ്ടെത്തിയത് ഈ സ്ക്രീൻഷോട്ട്, അതായത് വിവാദമായ സ്ക്രീൻഷോട്ട്, ഹെയ്റ്റ് ക്യാമ്പയിനിൽ വരുന്ന സ്ക്രീൻഷോട്ട് ഇടത് ഹാൻഡിലുകളിലൂടെയാണ് ആദ്യം പ്രചരിക്കപ്പെട്ടത് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കൂടുതൽ അന്വേഷണം വേണം എന്ന നിലയിലേക്ക് പരാതിക്കാരൻ എത്തുകയും ചെയ്തത്. അങ്ങനെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതിയെയും പോലീസിനെയും സമീപിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടത്. അത് പ്രകാരമാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി നൽകിയത് ഇന്ന് പരിഗണിച്ചത്. ഇപ്പോൾ രാവിലെ പരിഗണിച്ചപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ്, അതായത് 2:30 കോടതി ചേരുന്നതിന് മുൻപ് തന്നെ പോലീസ് റിപ്പോർട്ട് ഹാജരാക്കണം എന്ന് മജിസ്ട്രേറ്റ് ഉത്തരവിടുകയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം കോടതി ചേർന്നപ്പോൾ പോലീസ് വീണ്ടും സമയം ആവശ്യപ്പെട്ടു. 25-ന് ഹാജരാക്കാൻ വേണ്ടി ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളുടെ പരിശോധന സംബന്ധിച്ച ഫോറൻസിക് റിപ്പോർട്ടും 25-നകം ഹാജരാക്കാൻ ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നു. അത് പോലീസിന് സമയം നീട്ടി നൽകിയിരിക്കുന്നു. 29-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ശരി, CK വിജയൻ വിവരങ്ങൾ നൽകിയത്.